ഇന്ത്യയിലെ ചലച്ചിത്ര രംഗത്തെ ഒറ്റയാനാണ് ജോൺ എബ്രഹാം. 50 വയസ്സുകൊണ്ട് അദ്ദേഹം സിനിമയുടെ വേറിട്ടുള്ള ചില കാഴ്ചകൾ അവശേഷിപ്പിച്ചാണ് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞത്. കാലയവനികൾക്കുള്ളിലേക്ക് ജോൺ എബ്രഹാം മറിഞ്ഞിട്ട് ഇന്നേക്ക് 36 വർഷം. 1987 മെയ് 31 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്നാണ് കുട്ടനാടിൻ്റെ പ്രിയമകൻ ജോൺ എബ്രഹാം എന്ന ലോകമറിയുന്ന ചലച്ചിത്രകാരൻ ചേന്നങ്കിരി സെൻറ്റ് പോൾസ് പള്ളിയുടെ 6 അടി മണ്ണിലേക്ക് നിത്യമായ ഉറക്കത്തിന് എത്തിച്ചേർന്നത്. 36 വർഷം പിന്നിട്ടു. നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ യാഥാർത്ഥ്യത്തെ സെല്ലുലോയിഡിന്റെ വെറുമൊരു സ്വപ്നം മാത്രമാക്കി പ്രതികരിക്കാനുള്ള ബോധത്തിൽ നിന്നകറ്റി സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു ചൂഷണോപാധി എന്ന നിലയിലാണ് ഏറെ സിനിമകളും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ശേഷിപ്പുകൾ ബാക്കിയാക്കാതെ ആ ശരീരം മണ്ണിൽ വലയം പ്രാപിച്ചു. എന്നിട്ടും ജോൺ മലയാളിയുടെ മനസ്സിലേക്കും ചിന്തയിലേക്കും ചർച്ചകളിലേക്കും തൻ്റെ മുഷിഞ്ഞ നീളൻ ജുബ്ബയും നീട്ടിവളർത്തിയ മുടിയുമായി ഇടയ്ക്കിടെ ചോദിക്കാതെ വന്നു കയറുന്നു. ജോണിന് പകരം വയ്ക്കുവാൻ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന മലയാളി തിരിച്ചറിയുന്നിടത്താണ് ജോൺ ജോണായി തന്നെ തുടരുന്നത്. തികച്ചും മൗലികമായ സൃഷ്ടികളായിരുന്നു ജോൺ എബ്രഹാമിൻ്റേത്. കാലത്തിലൂടെ കലാകാരൻ തീർത്ഥാടനം അത് ജോൺ എബ്രഹാം സ്വന്തം ചോര കൊണ്ട അഭ്രപാളികളിൽ വിവരിക്കുകയായിരുന്നു. സിനിമയായിരുന്നു ജോണിനെല്ലാമെല്ലാം. ചലച്ചിത്ര ആഹ്വാനത്തിന് മാത്രമല്ല, ചലച്ചിത്ര ആസ്വാദനത്തിനും പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആധുനിക സിനിമയുടെ വക്താവായിരിക്കുമ്പോഴും അവ ജനകീയമാക്കാൻ ജോൺ എബ്രഹാമിന് കഴിഞ്ഞിരുന്നു. അമ്മ അറിയാൻ എന്ന ചിത്രം തന്നെ ഇതിനുദാഹരണം. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ജോൺ എബ്രഹാം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ചലച്ചിത്ര കാവ്യകാരനായി, ജനകീയ സിനിമയുടെ പിതാവായി. നിരന്തരമായ അന്വേഷണത്തിലൂടെ, അതിലൂടെ കണ്ടെത്തിയ ജീവിതത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരത്തിലൂടെ അദ്ദേഹം ചലച്ചിത്ര അവതരണത്തിന് പുതിയ ഭാഷ്യം നൽകി. സിനിമയുടെ ചോദനകൾ ജോണിനെ മാടി വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 1965 ജോലി രാജിവെച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. സംവിധാനത്തിനും തിരക്കഥാരചനയ്ക്കും 1 റാങ്ക് കൂടിയാണ് ജോൺ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പുറത്തു വന്നത്. പ്രിയ എന്ന 1/2 മണിക്കൂർ നീളമുള്ള സിനിമയായിരുന്നു ഡിപ്ലോമയ്ക്ക് വേണ്ടി ജോൺ സംവിധാനം ചെയ്ത ചിത്രം. ഫിലിം ഡിവിഷന് വേണ്ടി ഹിമാലയത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അദ്ദേഹം സംവിധാനം ചെയ്തു. മൗണി കൗളിൻ്റെ ഉസ്കി റൂട്ടി എന്ന ചിത്രത്തിന് അസോസിയേറ്റ് ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു. ജോണിൻ്റെ ആദ്യത്തെ മലയാള സിനിമ രാഷ്ട്രീയ പ്രമേയം ഉൾക്കൊള്ളുന്നതായിരുന്നു. വിദ്യാർത്ഥികളെ ഇതിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു ഈ സിനിമയുടെ ഇതിവൃത്തം. അടൂർ ബാസിയെ മികച്ച നടനുള്ള അവാർഡിന് അർഹനാക്കി ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ ജോണിൻ്റെ മൗലിക പ്രതിഭ തെളിയിക്കുന്ന ചിത്രമാണ്. അജി കുഞ്ഞുമോൻ, റിസർച്ച് ഡെസ്ക്, കലാവിഷ്ണസ്.